മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകരുത് എന്നും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഗവൺമെൻറ് ജീവനക്കാർ പിച്ച് ചീന്തി തീയിടുന്ന നില വരെ അന്നുണ്ടായി. ഒരു നയാ പൈസയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ചെലവഴിക്കാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്നായിരുന്നു അവരുടെ നിലപാട്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ സ്വന്തം തന്നെ ഫണ്ട് പിരിക്കും. അങ്ങനെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ആപ്പുണ്ടാക്കി ഫണ്ട് പിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആപ്പുമില്ല, ഫണ്ടുമില്ല, പണവുമില്ല. എവിടെയാണ് ഈ പണമൊക്കെ പോയത് എന്ന് അവർക്ക് പറയാനും സാധിക്കുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ 100 വീട് കോൺഗ്രസിൻ്റെത്, 100 വീട് രാഹുൽ ഗാന്ധിയുടേത്, 30 വീട് യൂത്ത് കോൺഗ്രസിൻ്റെത്, ഇങ്ങനെ 230 വീട്. പിന്നെ കർണാടക ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വി ഡി സതീശൻ ഇപ്പോൾ ജാതിയായിട്ട് വരികയാണ്, വയനാട്ടിലേക്കും വരും. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ ആളെ പറ്റിക്കാൻ വേണ്ടി എവിടെ വീട്? ഗവൺമെൻറ് പ്രോജക്റ്റ് പൂർത്തിയായി വരികയാണ്, അത് ഉദ്ഘാടനത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആകെ ഒരു 3 ഏക്കർ സ്ഥലമാണ് വാങ്ങിയത്. അതിൻ്റെ റോഡും മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും കാലം മുന്നോട്ടേക്ക് പോകും. ഒന്ന് പണിയും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കാട് വയക്കിയതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. അതാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. യൂത്ത് കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ ഫണ്ട് പിരിച്ചു എന്നാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐക്കാർ ഫണ്ട് പിരിവിനേക്കാൾ വിവിധ രീതിയിലുള്ള കായികാധ്വാനം ഉൾപ്പെടെ നടത്തി അതിൽ നിന്ന് സ്വരൂപിച്ച പണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അവർ 20 കോടി ഉറുപ്പിക ഇതിനകം തന്നെ നൽകി ഗവൺമെൻറ്റിന്. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എത്രയാണ് എന്നുള്ളതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവസാനം വരെ 1 കോടി ഉറുപ്പിക പിരിച്ചു എന്നാണ്. ആ 1 കോടി ഉറുപ്പിക KPCC കൊടുത്തു എന്നാണ്. പക്ഷേ KPCCയും യൂത്ത് കോൺഗ്രസും വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്നും ഞങ്ങൾ തന്നെ ഫണ്ട് പിരിച്ച് വീടുണ്ടാക്കി കൊടുക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ച് ഫണ്ടും പിരിച്ച് അതിൻ്റെ തുക എത്രയാണെന്നോ എത്ര വീടാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതോ നേരത്തെ പറഞ്ഞ 230ൻ്റെ ഒരു കൊട്ടക്കണക്ക് പറഞ്ഞു എന്നല്ലാതെ കൃത്യതയോടുകൂടി ഒരു കാര്യവും പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനം വിഭാഗീയമായ രീതിയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഒറ്റക്ക് ഫണ്ട് പിരിക്കുമെന്ന് പറഞ്ഞ് ഫണ്ടും പിരിച്ച് അത് ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം സ്ഥലം മാത്രം വാങ്ങി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് വീടിൻ്റെ ഒരു പണിയും അവരാരംഭിച്ചിട്ടില്ല എന്നുള്ള സ്ഥിതി വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒപ്പം ഈ ദുരിതബാധിതരെയും ഒപ്പം ചേർത്ത് നിർത്തി 451 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വീട് ആവശ്യപ്പെട്ട എല്ലാവർക്കുമുള്ള വീട് ഇവിടെ ഒരുങ്ങും. ആശുപത്രി, പൊതു ഇടങ്ങൾ, പാർക്കിംഗ് സൗകര്യം, അതുപോലെ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള പാർക്ക്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മാതൃകാ ടൗൺഷിപ്പ് ലോകത്ത് തന്നെ അപൂർവമായ ഒന്നാണ്. അതേപോലെ ഇവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് താമസിക്കുന്നതിന് വേണ്ടി വാടക ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉപജീവനത്തിന് പ്രത്യേക സഹായം ഇപ്പോൾ നൽകുകയാണ്. കുടുംബശ്രീ വഴി വിപുലമായ മറ്റ് പദ്ധതികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി വരെ ശക്തിയായിട്ട് ഇടപെട്ട ഈ ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളണം എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി തന്നെ പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളുന്ന നിലപാട്
ഇതേവരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. സംസ്ഥാന സർക്കാർ തന്നെ 555 പേരുടെ 18.75 കോടി രൂപയുടെ കടം ഇതിനകം എഴുതിത്തള്ളിയിട്ടുണ്ട്. കേന്ദ്രം അവഗണിക്കുകയും കേരളം അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വയനാടിൻ്റെ വികസനം ദീർഘകാലമായുള്ള ആവശ്യമാണ്. ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപ്പാത 2134 കോടി രൂപക്ക് 8.7 കിലോമീറ്ററിൽ 4 വരി പാതയാണ് നിർമ്മിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ചുരം പാത വഴിയുള്ള 42 കിലോമീറ്റർ റോഡിന് പകരം ഇനി 20 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയും. 3 മണിക്കൂറിലേറെ സമയം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ലാഭം നേടാൻ പറ്റും. ഇത്ര വലിയൊരു പ്രൊജക്റ്റ് വയനാടിൻ്റെ വളർച്ച, അതിൻ്റെ ടൂറിസം സാധ്യത എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കിഫ്ബിയുടെ ഭാഗമായുള്ള വലിയൊരു സഹായമാണ്. ഇങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് വരികയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.